ഓ മൈ ഗോഡിന്റെ ഈ അധ്യായത്തിൽ സോഷ്യൽ മീഡിയയിലൂടെ കണ്ട് പരിചയപ്പെട്ട ചെറുപ്പക്കാരൻ പെൺകുട്ടിയെ വീട്ടിൽ നിന്ന് വിളിച്ചിറക്കി കൊണ്ടുവന്നിരിക്കുകയാണ്. സുഹൃത്തിന്റെ വീട്ടിൽ രണ്ടുപേരും എത്തിയ ഈ സംഭവം അറിഞ്ഞ് വരന്റെ സഹോദരിയെ വിഷയത്തിൽ ഡീൽ ചെയ്യാൻ ഈ വീട്ടിൽ എത്തിക്കുകയാണ്. ഇനി സംഭവിക്കാൻ പോകുന്ന പ്രാങ്ക് പൂരം കാണാം. നിങ്ങളെങ്കിലും ഈ ഇവർക്ക് കൂട്ടിങ്ങനെ നിന്നല്ലേ? എന്താ ഇത് നീ ഇറങ്ങി വന്നത്? എനിക്ക് ഒരു പേടിയില്ലായിരുന്നല്ലേ ഇവന്റെ പോലെ ഒരുത്തന്റെ കൂടെ ഇറങ്ങി വരാനായിട്ട്? സ്വന്തമായിട്ട് ഹോട്ടലൊക്കെ ഉണ്ടല്ലോ, അതുകൊണ്ട് ഞങ്ങള് ജീവിച്ചോളാം. ഉമ്മച്ചി വന്നിരുന്ന് ഇങ്ങനെ പ്രശ്നം ഉണ്ടാക്കല്ലേ. ഞാൻ അതൊക്കെ സമ്മതിക്കും. ഇതൊക്കെ ഉമ്മച്ചി പറഞ്ഞാ മതി. വീട്ടിൽ ഇനി കൊലപാതകം നടക്കത്തില്ലേ? സുഹൃത്തെ, നീ കാരണം പെട്ടിരിക്കുന്നത് ഞാനാണ്. നിങ്ങൾ എന്തിനാണ് ഈ വീട്ടിൽ കയറ്റിയത് അവരാ? അവ ഇവിടെ വന്നൊരു സഹായം ചെയ്യണമെന്ന് പറഞ്ഞാൽ എനിക്ക് അവനെ അങ്ങനെ ഒഴിയാൻ പറ്റത്തില്ല. ഞാൻ അറിഞ്ഞോ ഇങ്ങനെ ഒരു കുരിശാവുന്നത്. വേറെ സ്ഥലമില്ലോ നിങ്ങളുടെ കൊണ്ടുവന്നു. അതെ, നീ 21-ാം തീയതി രജിസ്റ്റർമാരെ അപേക്ഷിച്ചെങ്കിൽ ഇപ്പൊ 1 മാസം കഴിഞ്ഞ് നിങ്ങൾ നിയമപരമായിട്ട് ഭാര്യ ഭർത്താക്കന്മാരായി. നിയമം ഒരു ഒപ്പിട്ട് കഴിഞ്ഞു. പൊടി കൊച്ചായിട്ടല്ലേ നിന്നെ പീറ്റി വളർത്തിയത്? നിനക്ക് ഇതൊക്കെ ആര് പറഞ്ഞു? എവനാണോ ഇതൊക്കെ പറഞ്ഞു തന്നത്? ഇവൻ കൊള്ളാല്ലേ? വൈ എന്തോന്ന് പറഞ്ഞു ചെയ്യാന്ന് പറഞ്ഞ. എനിക്കൊരു കാര്യം പറയാനുണ്ട്. എനിക്ക് തലവേദന ഉണ്ടാക്കരുത്. നിങ്ങൾ നിങ്ങൾക്ക് തലവേദന തന്നെയാണ്. നിങ്ങളെ വീട്ടിലല്ലേ പിടിച്ചിരുത്തിയേക്കുന്ന? അപ്പൊ തലവേദന തന്നെയാണ്. പിടിച്ചിരുത്തിയാന്നോ വന്ന് കയറിയത്? ഞാൻ അനസിനെ വിളിച്ചിട്ടുണ്ട്. വേറെ ആരും ഇല്ല ഇപ്പൊ വരാൻ. ഹലോ, ഇങ്ങോട്ട് അകത്തോട്ട് പാടാപ്പെട്ടിരിക്കും. നിന്റെ ആരെങ്കിലും വരുമോ കൊച്ചേ? ചേച്ചി. ചേച്ചിക്കൊക്കെ ഇത് അറിയാവോ? സുഹൃത്തിന്റെ വന്നോ? വാ വാ. ഇത് ഇന്ന് രാവിലെ വന്നിട്ട് ഈ കൊച്ചിനെ ഇവിടെ കൊണ്ടാക്കിയിട്ട് പോയതാ. ഇവര് നവംബർ 21-ാം തീയതി ഇവര് കൊട്ടാരക്കര രജിസ്റ്റർ ഓഫീസിൽ വിവാഹം രജിസ്റ്റർ ചെയ്തു. എനിക്കിത് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് ദഹിക്കുന്നില്ല. ഞാൻ അവളെ ഉമ്മച്ചിയാണ്. അവളെ കൂട്ടുകാരിയുടെ വീട്ടിൽ പോണെന്നും പറഞ്ഞ് ഇറങ്ങിയോളാണ്. ഇവ എന്താ അർത്ഥത്തിലാണ് ഈ കൊച്ചിന്? ഞാനിപ്പൊ എന്തോന്ന് വേണോന്ന് പറ. ഞാൻ തിരക്കി പിടിച്ചാണ് ഇവിടെ. നീ അത് കെട്ടിപ്പിടിച്ച് വെക്കാൻ താത്തുവേ. നീ അവളെ കെട്ടിപ്പിടിച്ച് വെച്ചേക്കുന്ന കണക്കല്ലേ അവളെ ബാഗ് പിടിച്ച് വെച്ചേക്കുന്നത്? കൊച്ചെ, നിനക്ക് എത്ര വയസ്സായി? 24. എന്തോ സുഹൃത്തെ നിന്റെ തീരുമാനം? നീ ഇപ്പം വിളിപ്പിച്ചതിന്റെ കാര്യം മനസ്സിലായല്ലോ. എന്റെ വീട്ടുകാര് ഗുരുവായൂർ പോയിരിക്കുക. എനിക്കിതൊരു തലവൻ. ഞാൻ ഈ നാട്ടിൽ ഇത്തിരി അത്യാവശ്യം കുഴപ്പമില്ലാതെ ജീവിക്കും. ഇവിടെ വന്നതെന്ന് വെച്ച് കഴിഞ്ഞാൽ അവന് വേറെ വീട്ടിലോട്ട് ഇപ്പൊ കൊണ്ടുപോകാൻ പറ്റത്തില്ല. ഇന്നത്തെ ഒരു ദിവസം നിർത്തുന്നു പറഞ്ഞ് കൊണ്ടുവന്ന അവരെ കല്യാണം. ഞാൻ പക്ഷേ ഇത് നാട്ടുകാരും അറിഞ്ഞിട്ടില്ല. ആരും വീട്ടുകാരോ നാട്ടുകാരോ ഞങ്ങളുടെ വീട്ടിലോ എന്റെ അമ്മയ്ക്കോ ഒന്നും അറിയില്ല. ഇയാള് ഇപ്പം കുറെ നാള് കൊണ്ട് ഫുൾ ടൈം ഫോണിലാണ്. അന്നേരം മൊത്തം ഞാൻ ചോദിക്കുന്നുണ്ട് നിങ്ങൾ ആരെയാണ് വിളിക്കുന്നത്? ഞങ്ങൾ കളിയായി പറയുന്നുണ്ട്. ഇത് ആരെയാ എന്താണെന്നൊന്നും അറിയില്ല. കറക്റ്റ് 6 മണിയാകുമ്പോ ഇയാളെ വിളിച്ചെടുക്കാൻ വേണ്ടി ഇതായിരിക്കും അങ്ങനെ വിളിക്കുന്നത്. എനിക്കറിയില്ല. ദിവസവും വിളിക്കുന്നുണ്ട്. സഹോദരിയുടെ പേരെന്തുവാ? സുചിത്ര. സുചിത്രയെ അടുത്ത് ഞാൻ ഒരു കാര്യം പറയട്ടെ. നവംബർ 21-ാം തീയതി ഇവര് രജിസ്റ്റർ മാരേജ് ചെയ്തു നിയമപരമായിട്ട്. ഇപ്പം ഇത് ഇന്ന് പറയുമ്പോഴാണ്. അതുകൊണ്ടില്ലേ ഞാൻ പറഞ്ഞു നിയമപരമായിട്ട് അവര് ഭാര്യ ഭർത്താക്കന്മാരായിട്ട് ജീവിക്കേണ്ട സമയം കഴിഞ്ഞു. ഈ ഡിസംബർ 21 1 മാസം. അപ്പൊ നിങ്ങൾക്ക് ഇതൊക്കെ അറിയാവുന്ന? അല്ല, നമുക്ക് ആർക്കാ ഇത് അറിയാൻ വയ്യാത്തത്? അതല്ല, ഈ രജിസ്റ്റർമാരെ നിങ്ങളുടെ അടുത്ത് പറഞ്ഞിട്ട് എന്നോട് പറഞ്ഞിട്ടില്ല. എന്റെ അടുത്ത് പറഞ്ഞ അണ്ണ. അപ്പൊ നിന്നെ സാക്ഷിയായിട്ട് വന്ന ആരാ? വേറെ 2 കൂട്ടുകാർ. വേറെ 2 പേര്. എന്തോന്ന്? ഇവന് നാക്കില്ലേ? ഇവന്റെ സൗണ്ട് ഒന്നും പുറത്തു വരുന്നില്ല. ഇവനാണ് ഒരു പെണ്ണിനെ വളച്ചോണ്ട് വന്നത്. ഇതിനകത്തൊരു തീരുമാനം ഉണ്ടാക്കണ്ടേ സുഹിത്രേ? ഇത്രയും നീ നമ്മുടെ അവസ്ഥകൾ മൊത്തം അറിയാം. നീ അമ്മ നിന്നോട് പറഞ്ഞിട്ടുള്ള കാര്യങ്ങൾ മൊത്തം അറിയാം. നീ കല്യാണം കഴിക്കണ്ടെന്നോ എടുക്കണ്ടെന്നോ ഒന്നും പറഞ്ഞിട്ടില്ല. അന്നും അവർ പറഞ്ഞിട്ടുള്ള കണ്ടീഷൻ മൊത്തം നിനക്കറിയാം. നീ എന്നിട്ട് ഇപ്പൊ ഇത് എന്തിനാ സുഹിത ചെയ്തേ? ഇപ്പൊ ഞാൻ ഇതിനെന്തോ മറുപടി പറയണ്ടേ? നീ എന്നെ കൊണ്ടുവന്ന് ധർമ്മസങ്കടത്തിലാക്കിയില്ലേ? ഞാൻ നല്ല കുട്ടിയൊക്കെ തന്നെ. നല്ല കുട്ടി എന്തെങ്കിലും പറയടാ. എന്താ കണ്ടീഷൻസ് ആണ്? എന്റെ അടുത്ത് ഇതൊന്നും പറഞ്ഞിട്ടില്ലല്ലോ. ഇക്ക എന്തോന്ന് പറഞ്ഞിട്ടില്ലെന്ന്? കണ്ടീഷൻസാ? ഞങ്ങളെന്ന് പറഞ്ഞാൽ നമ്മളൊരു ഹിന്ദു ഫാമിലിയിലുള്ള ഒരു ആൾക്കാരാണ്. ഞാൻ ജാതിയോ മതമോ ഒന്നും പറയല്ല. എന്റെ അമ്മ പറഞ്ഞിട്ടുള്ള ഒറ്റ കണ്ടീഷൻ, നീ ഇപ്പോ ഏത് ഇതിൽ പോയാലും അന്യ മതസ്ഥരെ കൊണ്ടുവരരുത്, അന്യ സമുദായത്തിൽ. കാരണം ഇത് നാളെ ഒരു സമയത്ത് ഇത് അടിയിലും വഴക്കിലും നാശത്തിലും ഇപ്പം തന്നെ നിങ്ങളുടെ അമ്മ ഇത്രയും വയലന്റ് ആവുന്നില്ലേ? ഇയാളെ എന്തുമാത്രം പ്രതീക്ഷ അർപ്പിച്ചായിരിക്കും ആ അമ്മ കഷ്ടപ്പെട്ട് വളർത്തിയത്. ഇയാൾ എന്തുകൊണ്ട് അത് ചിന്തിച്ചില്ല? അവൻ എത്ര ഏജ് ഉണ്ടെന്ന് നിനക്കറിയോ? ഇല്ല. അവൻ എത്ര ഏജ് ഉണ്ട്? നിന്നോട് എത്രയാ പറഞ്ഞേക്കുന്നത്? 28. 33 വയസ്സുണ്ട് അവന്.
അവിടെ അവൻ കള്ളം പറഞ്ഞു. അപ്പൊ നിനക്ക് മനസ്സിലായില്ലേ അവൻ കള്ളനാണെന്ന്? എന്തിനാ എന്നോട് കള്ളം പറഞ്ഞ? ഞാൻ സമ്മതിക്കത്തില്ല. സഹോദരി, രജിസ്റ്റർ മാരേജ് കഴിഞ്ഞു. സത്യം ഞാനങ്ങ് പറയാം, ഒന്നിച്ച് ജീവിക്കാൻ സാഹചര്യം ഉണ്ടെങ്കിൽ അവരെ ഒന്നിച്ച് എനിക്ക് എന്റെ അമ്മയോട് ചോദിക്കണം, ചേട്ടാ എന്നെ കല്യാണം കഴിച്ച് ഞാൻ വേറെ ഇതിൽ പോയ ഒരു വ്യക്തിയാണ്. അപ്പൊ ഇനി ഇവൻ വീട്ടിലോട്ട് കൊണ്ടുവരണമെങ്കിൽ എന്റെ അമ്മ തീരുമാനിക്കണം. എന്റെ അമ്മ പറയുന്നതിനപ്പുറം എനിക്കൊന്നും ചെയ്യാൻ പറ്റത്തില്ല. അൻസ എവിടത്തെ? എന്റെ അച്ഛൻ മരിച്ചു പോയിട്ട് ഇപ്പൊ 1.5 വർഷമായി. അപ്പൊ ഇപ്പം ഈ കട നോക്കുന്നതും ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്. ആ ഹോട്ടൽ നോക്കാം, ഇപ്പൊ ചേട്ടനെ അറിയാമായിരിക്കുമല്ലോ, ഞങ്ങൾ 3 പേരും കൂടാണ് നോക്കുന്നത്. അപ്പൊ ഇതിലിപ്പോ ഒരു മെയിൻ തീരുമാനം എടുക്കേണ്ടത് എന്റെ അമ്മയാണ്. നിങ്ങൾ ആലോചിക്കുക എന്തോന്ന് വെച്ചാ. എന്തോന്ന് ആലോചിക്കാനായിട്ട്? ഇപ്പൊ ആരും അറിഞ്ഞിട്ടില്ല. ഞാൻ എന്റെ കൊച്ചിനെ കൊണ്ട് പൊയ്ക്കോളാം. അപ്പൊ രജിസ്റ്റർ ചെയ്തതാ. തന്റെ പേരെന്നാ? എന്റെ പേര് ഹസീന. എന്തുവരെ പഠിച്ച? ഞാൻ B.Ed കഴിഞ്ഞു. വീട്ടിൽ വിദ്യാഭ്യാസമൊക്കെ ഉള്ളതാ? അല്ല, വിദ്യാഭ്യാസത്തിന്റെ അല്ല ഞാൻ ചോദിച്ചത്, ഇങ്ങനെ ചോദിക്കുന്നോണ്ട് ഞാൻ ചോദിച്ചത്. ഞാൻ ഇപ്പൊ എന്താ ഇതാണ് നിക്കാഹ് ഉറപ്പിച്ചു വെച്ചിരുന്നത്. അനസ് വാടാ. നിനക്ക് രജിസ്റ്റർ മാരേജ് ചെയ്യണോ എന്നുണ്ടായിരുന്നെങ്കിൽ നീ ഒരു വാക്ക് നീ എന്നോടോ നീ ഞാനും എന്റെ അമ്മയും നിന്നോട് നിന്ന് എങ്ങനെയാടാ? നിന്നെ ഞാൻ എനിക്ക് വാങ്ങിച്ചില്ലാഞ്ഞിട്ട് നിന്നെ ഞാൻ എന്റെ പെറ്റ മോനെ പോലല്ലേ ഞാൻ നോക്കിയത്, ആണോ? ഇനി എന്തൊക്കെ നൂലാമാലകള് എന്തെല്ലാം പ്രശ്നങ്ങൾ നടക്കുന്നു നീ എന്തുകൊണ്ട് നീ ചിന്തിച്ചില്ല? എന്റെ അമ്മയ്ക്ക് ഒരു ഓപ്പറേഷൻ കഴിഞ്ഞപ്പോ 1.5 മാസേ ആയുള്ളൂ. കഴിഞ്ഞ 19-ാം തീയതി ആയിരുന്നു പറഞ്ഞു. 21-ാം തീയതി 19-ാം തീയതി. ഇപ്പൊ കുറെ കാര്യങ്ങളിൽ വ്യക്തത വന്നു. ഞാൻ പെങ്ങളാണ് ഇവന്റെ. നീയാണ് ആള്. ഹസീനക്ക് ഇത്രയും കാലമായിട്ട് നിങ്ങൾക്ക് ഈ കല്യാണം ഉറപ്പിക്കുമ്പോൾ നിനക്ക് ഈ ചടങ്ങ് നടക്കുമ്പോൾ പറഞ്ഞൂടെ? ഞാൻ ഈ കല്യാണം നിങ്ങൾ തമ്മിലുള്ള റിലേഷൻ തുടങ്ങിയിട്ട് എത്ര നാളായി? എത്ര മാസമായി? അല്ല, നിക്ക് അത് അവൻ പറയട്ടെ. എത്ര മാസമായി? 2 കൊല്ലമായി. 3 കൊല്ലോ? 1 കൊല്ലമായി. 1 കൊല്ലം? അതോ അവന് കാൽക്കുലേഷൻ ഇല്ല, കണക്കില്ല, എല്ലാം കള്ളത്തരമാണ്. ഈ ഒരു അവസ്ഥ ഞാൻ അറിഞ്ഞില്ല. ഞാൻ അവസ്ഥ ഈ വയസ്സിന്റെ കാര്യത്തിൽ എന്തിനാണ് കള്ളം പറഞ്ഞത്? നിനക്ക് വയസ്സിന്റെ കാര്യമല്ലേ? നീ 1 വർഷമായിട്ട് ഈ വീട്ടുകാരി കല്യാണം നടത്തിക്കൊണ്ട് 50 നിനക്ക് പറഞ്ഞുകൂടായിരുന്നു. ഇവളുടെ കല്യാണം ഉറപ്പിച്ചിട്ട് എത്ര വർഷമായി? ഇപ്പൊ ഒരു 4 മാസമായേ ഉള്ളൂ. അപ്പൊ നിനക്ക് പ്രേമം ഉണ്ടായിരുന്നെങ്കിൽ എന്തുകൊണ്ട് നിങ്ങളുടെ വീട്ടുകാരെ നാണം കെടുത്താതെ അത് പറഞ്ഞൂടാ? ഞാൻ പറഞ്ഞു, പക്ഷെ ഇയാളെ തന്നെ കല്യാണം കഴിക്കാൻ പറഞ്ഞു എന്നോട്. എന്നെ കഴിച്ച എന്താ കുഴപ്പം? നീ കഴിഞ്ഞ ആഴ്ച എന്റെ കടയിൽ നിന്നൊന്നും ചിക്കൻ കഴിച്ചല്ലേ? ചിക്കനും മട്ടനും ഇപ്പൊ നിനക്ക് നീ ആവശ്യമുള്ള വാങ്ങിച്ചു കഴിച്ചത്. നീ ഒരു വാക്ക് എന്നോട് പറയാത്തത്. ഞാൻ അടൂര് കടയിട്ടൊക്കെയാണ്, ഇറച്ചിക്കട. അടൂര് അനസിനെ നിനക്ക് അറിഞ്ഞൂടാത്തോണ്ടാണ്. ചേട്ടാ, നീ എവനെന്താ ജോലി? ഞങ്ങൾക്കൊരു ഹോട്ടലുണ്ട്. ഞങ്ങൾക്കല്ല, എവനെ ഒരു ജോലി. അതെ, നമ്മള് 2 പേരുമാണ് ചെയ്യുന്നത്. നിന്നെ വെട്ടി അരിഞ്ഞ് ഞാൻ ബീഫ് കൂടെ കയറ്റും. ഒന്നും ചെയ്യൂല. ഒന്നും ചെയ്യൂല. നീ അടങ്ങ. വെട്ടിയതെങ്കിൽ പിന്നല്ലേ. ഞാൻ ഇപ്പൊ പറയുന്ന നമുക്ക് വീട്ടിൽ വിളിച്ചോണ്ട് പോവാ അവളാ. അവളെ ഇപ്പൊ വരുമെങ്കിൽ ഞാൻ വെച്ചോളാം. ഞങ്ങള് രജിസ്റ്റർ ചെയ്തല്ലേ. അപ്പൊ നീ വിട്ടു തരൂലെന്നാ? അവളോട് നിക്കാന്ന് പറഞ്ഞതാ. അപ്പൊ കഴിഞ്ഞെന്നൊക്കെ ഇപ്പൊ ഇവിടെ വന്നപ്പോ പറയുന്നു. ഇവിടെ മാത്രം തെറ്റ് പറയാൻ നിങ്ങൾക്കും അവകാശമില്ല. 2 പേരുടെ വയലും ഭാഗത്ത് തെറ്റുണ്ട്. 2 പേരും തെറ്റുണ്ട്. അതുകൊണ്ടാണ് ഞാൻ പറഞ്ഞു നമ്മളെ കൊച്ചിനെ കൊണ്ട് നമ്മളെ പൊയ്ക്കോട്ടാ. സഹോദരി വിളിച്ചു വരുത്തിയത് അതിനാണ്. അവനും അവക്കും പിരിയാൻ വയ്യെങ്കിൽ കല്യാണം നടത്തുന്നതിനെ കുറിച്ച് ആലോചിക്കുന്നത്. നമ്മളതിലോട്ട് അവൻ വരേണ്ടി വരില്ല. നടക്കുന്ന പറ്റാത്തതാ. ഇല്ല, അങ്ങനെ നടത്താൻ പറ്റത്തില്ല മോളെ. കാരണം എന്റെ അമ്മയ്ക്ക് ആകെ ഉള്ള ഒരു ആൺകൊച്ചാ ഇവന്. നീ ആത്മാർത്ഥമായിട്ട് സ്നേഹിച്ചെങ്കിൽ നീ എന്നാ തിരിച്ചു വാ. അതെന്താ പറ്റാത്തെ? ഇല്ല, ഞങ്ങളുടെ നിനക്ക് ആത്മാർത്ഥമായിട്ട് സ്നേഹം ഉണ്ടെങ്കിൽ നീ എന്തുകൊണ്ട് തിരിച്ചു വരാത്തത്? ഇവനെ അങ്ങോട്ട് വരണോന്ന് പറയുന്നതിന്റെ കാരണം എന്ത്? എന്റെ അടുത്ത് വരാന്ന് പറഞ്ഞു. ആര് പറഞ്ഞു? നീ ചെന്നുണ്ടാക്കുവോ? എന്റെ കൂടെ ഇങ്ങോട്ട് വരാന്നാ പറഞ്ഞേ. നിങ്ങൾ തമ്മിൽ എവിടുത്തെ ആത്മാർത്ഥ സ്നേഹമാ? ഈ സമയം വന്നപ്പോ എല്ലാ എണ്ണം കൂടെ അങ്ങോട്ടും ഇങ്ങോട്ടും മിങ്കിൾ ചെയ്ത് അനാവശ്യം പറയുന്ന ഇതാണോ ആത്മാർത്ഥ സ്നേഹം? ആത്മാർത്ഥ സ്നേഹം എന്ന് പറഞ്ഞാൽ കൂടെ എന്ത് വന്നാലും കൂടെ നിൽക്കുന്നതാ. ഇത് ഞാൻ അങ്ങനെ പറഞ്ഞു, ഞാൻ ഇങ്ങനെ പറഞ്ഞു, ഇതാണ് ആത്മാർത്ഥ സ്നേഹം. ഇക്ക കൂടെ വരും, എനിക്കറിയാം. ഇക്ക കൂടെ വരുന്നതേ. പക്ഷെ മതം മാറാൻ നീ എന്റെ അമ്മയ്ക്ക് നീ അവരുടെ ചങ്കി കത്തി കുത്തിയിട്ട് ഇറങ്ങി പോവാ സുഹിത. നീ കാണിക്കുന്ന പരിപാടിക്ക് നീ അവരെ കൊല്ലാതെ കൊന്നു. നീ എന്തിനു പിന്നെ അവരെ പെറ്റമ്മയെന്ന് പറഞ്ഞ് പൊക്കിക്കൊണ്ട് നടന്ന് നീ അവരെ കൊല്ലാതെ കൊല്ലുമല്ലേ നീ ഇപ്പൊ ചെയ്തത്? ആണോ? നീ എങ്കിലും മറ്റുള്ള ആണാണ് നീ പറയണടാ. അവള് പറഞ്ഞില്ലേ കല്യാണം ഉറപ്പിച്ചെന്ന്? നിനക്ക് ആ നിമിഷം എന്നോട് പറഞ്ഞോട്ടെ. എന്നെ വന്ന് കണ്ടുകൂടെ നിനക്ക്? ഞാൻ നടത്തരുന്നല്ലോ നിങ്ങളെ കല്യാണം. പക്ഷേ ഈ തെണ്ടിത്തരം
അത് ഞാൻ ക്ഷമിക്കൂല. ഒച്ചതാത്ത് സംസാരിക്കും, ഇത് എന്റെ വീടാണേ. ആരെ വിടാൻ എനിക്ക് പ്രശ്നമല്ല. വേഴത്തരങ്ങൾ കാണിക്കുമ്പോ നീ ആദ്യം കൂട്ടുകാരല്ലേ, നീ ആദ്യം അടൂർ അനസാരത്ത് നീ ആദ്യം അവിടെ ചെന്ന് ചോദിക്കണം, എന്നിട്ട് മാത്രം നീ എന്നോട് സംസാരിക്കാവൂ. ചേട്ടാ നമ്മള് വൈരാഗ്യത്തിനോ ഒന്നിനും വന്നേയല്ലല്ലോ, ഇത് ഒരു കോംപ്രമൈസ് അല്ലേ ഇവിടെ അറിയാം. അതുപോലല്ലേ ഞങ്ങൾക്ക് നമ്മളെ വിഷമം കൊച്ചിന് മനസ്സിലാവുന്നില്ല. അതെ അതെന്നെ പറഞ്ഞു. ഞാനിപ്പോ വരുന്ന വഴിക്ക് പോലും അവൻ എന്നോട് പറഞ്ഞില്ല എന്താ സംഭവം എന്ന്. ഞാൻ ഇവിടെ വന്ന് കേറി നിങ്ങൾ പറയുമ്പോഴാണ് എനിക്ക് ഈ വിഷയം അറിയുന്നത്. ഈ വീട്ടിൽ കയറിയിട്ടാണ് ഞാൻ ഈ സംഭവം അറിയുന്നത്. അപ്പൊ എന്റെ അവസ്ഥ എന്താണ്? ഞാൻ എന്ത് വേണമെന്നുള്ളത് വെട്ടാനും കൊല്ലാനും ഒക്കെ ആണെങ്കിൽ എല്ലാവർക്കും പറ്റും. ആർക്കാ വെട്ടും കൊല്ലും നടക്കാൻ പറ്റാത്തത്? എല്ലാവർക്കും പറ്റുന്ന കാര്യമാണ്. എനിക്ക് തോന്നുന്നില്ല ഇവ ഒരു നല്ല പയ്യനാണെന്ന്. അവന്റെ ഇരിപ്പ് കാണുമ്പോ അറിയാം. നിയമപരമായിട്ട് ഇവരുടെ കല്യാണം കഴിഞ്ഞു, ബാക്കി മതപരമായിട്ടുള്ള കാര്യങ്ങൾ നിങ്ങൾ ആലോചിച്ച് എന്തുവാന്ന് വെച്ചാൽ ഇക്ക നമ്മുടെ കൂടെ വരും ഇല്ലേ? ഇക്ക കൂടെ വരും. വരുമോ? നല്ലതായിട്ട് വരും. വരുവാണെങ്കിൽ പിന്നെ ഇനി ഇക്ക എന്ത് കൂടെ ചെയ്യാൻ വരുമെന്ന് ഇക്കാടെ അമ്മയോട് ചോദിക്കും. പിന്നെ അവന് പോകാനാ താല്പര്യമെങ്കിൽ എനിക്ക് അറിയത്തില്ല. അവൻ പോകുന്നെങ്കിൽ പോട്ടെ. എനിക്ക് പ്രത്യേകിച്ച് ഒന്നും പറയാനില്ല മോളെ. എനിക്ക് സത്യം പറയാലോ, എനിക്ക് ഇതൊക്കെ കേട്ടിട്ട് എനിക്ക് വേറെ എന്തു ആണെങ്കിലും നമ്മൾ സഹിച്ചാൽ ഇതൊക്കെ കേട്ടിട്ട് എന്ത് സഹിക്കുന്നത്? നീ തന്നെ ഒന്ന് ചിന്തിക്കും. നാളെ ഒരു കാലത്ത് രണ്ടുപേര് തമ്മിലുള്ള ഏറ്റവും കൂടിയ ശത്രുതയ്ക്കുള്ള പണിയല്ലേ നിങ്ങൾ ഒപ്പിച്ചു വെച്ചത്? എന്തോന്ന് വേണം? അവ വാ ഒന്നും മിണ്ടുന്നില്ല. നിനക്ക് നാക്കില്ലേ? ഇവളുടെ അച്ഛൻ എന്ത് ചെയ്യും? ഗൾഫിലാണ്. ഞാൻ വരാം. ചേച്ചിക്ക് എന്തോന്ന്? നീ പോയി മതം മാറുമോ? എല്ലാം എന്ത് ചെയ്യാൻ? കെട്ടണമെങ്കിൽ മതം മാറണമെന്നില്ല അവര് പറയുന്നേ. അവൻ തയ്യാറാണ്. ഞാൻ മാറൂല മതം. വിളിക്കാൻ വരട്ടെ. ഇവൻ ചാടി അല്ല അവ ഇപ്പം വാക്ക് പറഞ്ഞത് എന്ന് വേണമല്ലോ. നിന്റെ തീരുമാനം ഞാൻ അമ്മയോട് പറയട്ടെ, നീ മതം മാറി പോവാന്ന് ഞാൻ അമ്മയോട് പറയട്ടെ. കാരണം അവര് ഇനി ഇല്ലാത്തോണെങ്കിൽ ഇവന് വേണ്ടി ജീവിക്കുന്നവരാ. നിനക്ക് ബുദ്ധിയുള്ളവനാണെങ്കിൽ നീ കുറെ പഠിക്കാനുണ്ട്. പറയട്ടെ, തൽക്കാലം ഇവനെ പൊന്നാനി കൊണ്ടുപോയിട്ട് തിരിച്ച് വന്ന ശേഷം പൊന്നാനി കൊണ്ടുപോയിട്ടൊന്നും അമ്മ അറിയേണ്ട കാര്യമൊന്നുമില്ല. അതിന് മുമ്പേ അറിയേണ്ട കാര്യങ്ങളാണ്. പൊന്നാനി പോകുന്നതിന് മുമ്പിട്ടല്ല അറിയേണ്ടത്. അല്ലാതെ പെരക്കകത്ത് കയറ്റാൻ പറ്റൂല. പൊന്നാനി പോകുന്നതിന് മുമ്പിട്ടാണ് അമ്മ അറിയേണ്ടത്. അല്ലാതെ പെരക്കകത്ത് കയറ്റാൻ പറ്റൂല. കേക്കണ്ട. ഇപ്പൊ ഇത്രയും നാള് കേറാതല്ലേ ഇരുന്നത്? പെറ്റി വളർത്തി ഇത്രയും നാളും ഒരേ മതത്തില് പെറ്റി വളർത്തി ഒരു തള്ള അറിയാനാണോ കൊണ്ടുവന്ന് പെട്ടെന്ന്? എനക്ക് അഭിപ്രായം ഇല്ലേ? നീ ഒന്ന് വാർന്ന് ഞാൻ വരാന്ന് പറഞ്ഞു. ശ്യാമേ, നീ കൂടെ നിന്നെയല്ലേ? അവൻ പോയി. അവൻ പോകത്തൊന്നുമില്ല. അവൻ എന്നെ കൊണ്ടുവന്നത്. അവൻ പോകില്ല. ഇവിടെ വന്നിരുന്നപ്പോ ഇവര് സംസാരിക്കുന്ന ഞാൻ കേട്ടതാ. അവൻ തയ്യാറാണ് പോകാൻ. പേര് വരെ കണ്ടുവച്ചേക്കുന്നു, ഫഹദെന്ന്. അപ്പൊ ഇപ്പൊ ചേച്ചിയെ കണ്ടപ്പോ നീ വാക്ക് മാറ്റുന്നേണ കൊച്ചെ? ഫഹദെന്ന് പറഞ്ഞു കൊടുക്കുന്നു. വാക്കിന് വിലയില്ലാത്ത എവനെ വേണോ നിനക്ക്? എവനെ വേണോ ഇടി നിനക്ക്? പ്രേമിച്ചപ്പോ ഇങ്ങനെയൊന്നും അല്ല ഉമ്മച്ചി സംസാരിച്ചത്. പ്രേമം വേറെ, ജീവിതം വേറെ. അത് നിനക്കറിയോ? നീ കാണുന്ന ജീവിതം ഒന്നും അല്ല പ്രേമിക്കുമ്പോ ഉള്ളത്. നല്ല രീതിയിൽ ജീവിതം ജീവിച്ച ഒരു വ്യക്തി ആയതുകൊണ്ടോ ഞാൻ പറയുക. നീ കാണുന്ന സ്നേഹവും ഇതൊന്നും കുറെ നാള് കഴിയുമ്പോ ഇതൊന്നും കാണത്തില്ല. ഇതിലെല്ലാം ഒരുപാട് നൂലാമാലകളുണ്ട്. അതെല്ലാം നീ അല്ലാതെ 4 മാസം അങ്ങോട്ട് കഴിയുമ്പോഴത്തേന് അടിച്ചു പിരിഞ്ഞ് പോകുന്ന ടൈപ്പ് ആണെങ്കിൽ നീ ഇപ്പൊ ഇതിനിറങ്ങി വരേണ്ട യാതൊരു കാര്യമില്ല. ഓൺലി ഫിസിക്കൽ റിലേഷൻ മാത്രമൊന്നും അല്ല ഒരു ഇതിൽ വരുന്ന ജീവിതത്തിൽ വരുന്നത്. അതിനും അപ്പുറം ജീവിതത്തിൽ ഒരുപാട് അർത്ഥങ്ങളുണ്ട്. അല്ലാതെ ഇപ്പൊ ഇവൻ പറയുന്ന ഇപ്പൊ ഇവ എന്തൊക്കെ നിന്നോട് പറഞ്ഞു തന്നിട്ടുണ്ടോന്നൊന്നും എനിക്കറിയത്തില്ല. കാരണം ഞാൻ ഇപ്പൊ ഈ നിമിഷം ഇങ്ങോട്ട് വന്ന് കയറി കാര്യങ്ങൾ മനസ്സിലാക്കിയ ഒരു വ്യക്തിയാണ്. നിന്റെ അമ്മ നിന്നോട് എന്തോ സുഹൃത്തെ പറഞ്ഞേ? ഞാൻ ചോദിച്ചത് തെറ്റുണ്ടോ? നിന്റെ അമ്മ നിന്നോട് എന്തോ പറഞ്ഞത്? അവര് നിക്കാന്ന് പറഞ്ഞു. അതെ, അവര് നിക്കാന്ന് പറഞ്ഞു. ഈ എടുപിടിന്ന് വാക്ക് മാറ്റുന്ന ഒരുത്തിയാണോ നിനക്ക് വേണ്ടിയത്? അവരുടെ വീട്ടുകാരെ കാണുമ്പോ അവരുടെ വഴിക്ക് പോകുന്ന ഒരുത്തിയാണോ? നാളെ നിന്റെ ജീവിതം എന്തുമായിരിക്കും? ഒരു ഇൻ കേസ് എന്തെങ്കിലും ഒരു കാര്യം വന്ന് ഇവരെ ഒറ്റപ്പെടുത്തുമ്പോ നിനക്ക് ആര് കാണും? നീ തന്നെ ചിന്തിച്ചു നോക്ക്. ഇപ്പം തന്നെ അവരുടെ ആൾക്കാരെ കണ്ടപ്പോഴത്തേന് അവൾ ഒറ്റയടിക്ക് വാക്ക് മാറി. അങ്ങനല്ല എന്റെ അടുത്ത് പറഞ്ഞു. എടാ ഇങ്ങനൊന്നും അല്ല. അവനവന്റെ കാര്യത്തോട് അടുക്കുമ്പോ പലരുടെയും പല മുഖങ്ങളും കാണും. നീ ഒന്നും വേണ്ട. നീ നിന്റെ അമ്മയൊന്ന് ആലോചിച്ചോ? ഇത്രയും പ്രശ്നങ്ങളുണ്ടായി നിനക്ക് വേണ്ടി പെണ്ണാലോചിച്ചതൊക്കെ ഉടക്ക് നടക്കി നോക്കി നടന്നു. നീ ആ തള്ളെ കൊണ്ടുവന്ന് ഓപ്പറേഷൻ ചെയ്യാൻ കീറി ഇട്ടപ്പം വേണമായിരുന്നു നിനക്ക് രജിസ്റ്റർ ചെയ്യാന്. നാളെ ഈ സമയത്ത് നിനക്കെതിരെ കുത്തും. നീ ചിന്തിക്കത്തില്ല. കാരണം എന്റെ ജീവിതം കൊണ്ട് ഞാൻ പറയാം, നാളെ ഒരു സമയത്ത് ഇതെല്ലാം നിനക്കെതിരെ കുത്തും. വരാന്ന് എന്റെ അടുത്ത് രാവിലെ പറഞ്ഞായിരുന്നു. കാര്യങ്ങൾ ഇത്രയും പേര് ഇരിക്കുകയല്ലേ? അവന്റെ മണ്ടയിൽ പോയാൽ കിടക്കുകയാണ്. ഞാൻ വണ്ടി വിളിക്കട്ടെ, പൊന്നാനി കൊണ്ടുപോയിട്ട് അവര് വീട്ടിൽ അറിയിക്കട്ടെ. ഇപ്പൊ വണ്ടി വിളിക്കാനോ ഒന്നിനും പോകണ്ട. ഉള്ള കാര്യം ഞാൻ പറയാലോ. ഇപ്പൊ പിടിയുന്നൊന്നും പൊന്നാനി പോക്കൊന്നും നടക്കത്തില്ല. അതിന് ബന്ധപ്പെട്ട ഒരു വേറെ ഉണ്ട്. ഞാൻ മാത്രമല്ല. ആ അമ്മയോട് ചെന്ന് ആദ്യം ചോദിക്കട്ടെ. ഇനി അമ്മയല്ല ഞാനാണ് നോക്കണം.
എന്റെ ഡിസിഷന് വേണ്ടിയിട്ടാണ് ഇവിടെ കൊണ്ടുവന്നേക്കുന്നെങ്കിൽ എന്റെ ഡിസിഷൻ എന്റെ അമ്മയെ അറിയിപ്പിക്കണം. ശരി, അതാണ് എന്റെ ഡിസിഷൻ. അമ്മ അറിയിക്കേണ്ട ആവശ്യം എടി കൊച്ച നിന്റെ അമ്മ ഇപ്പൊ ഇവിടെ ഞാൻ വിളിച്ചിട്ടല്ല വന്നത്. എന്റെ അമ്മയെ അറിയിപ്പിക്കണം. നീ അങ്ങനെ വളർന്നെങ്കിൽ എനിക്ക് അറിയത്തില്ല. എന്റെ അമ്മയെ എന്റെ അച്ഛനെ അറിയിപ്പിക്കുന്നതാണ് ഞാൻ വളർന്നത്. എന്നെ പറയിപ്പിക്കുന്ന എന്റെ യാക്ക് ഇയാൾ അമ്മയായിട്ടൊരു അറ്റാച്ച്മെന്റ് ഇല്ലാത്തത് എന്റെ തെറ്റാണോ? ഞങ്ങൾ അങ്ങനല്ല. ഇക്കയ്ക്ക് എന്റെ കൂടെ വരാനാണ് ഇഷ്ടം, ഞാൻ കൊണ്ടുപോയി. എന്നെ ഇക്ക പൊക്കോ. അമ്മ അല്ലല്ലോ ഇനി കാര്യങ്ങൾ തീരുമാനിക്കുന്നത്. ഞാൻ തന്നെ തീരുമാനിക്കുന്നു. വളർത്തിയത് ഒരുത്തനെ കണ്ടപ്പോ നീ എല്ലാം മതിമറന്ന് നിൽക്കുന്ന പിന്നെ അമ്മയെ വിളിക്കുന്നതിന് അമ്മ അല്ല ഇനി കാര്യങ്ങൾ തീരുമാനിക്കേണ്ടത്. നിങ്ങൾ എങ്ങോട്ടായിരിക്കും? നിന്റെ എല്ലാ കാര്യത്തിലും ഇനി നീ ഇവന് മാത്രമേ ഉള്ളൂ ജീവിക്കാന്. എല്ലാ കാര്യത്തിലും ഞങ്ങൾ ആരും വേണ്ട. നിന്റെ അമ്മ നിന്റെ അച്ഛനും ഞങ്ങൾ ആരും വേണ്ട. വേണ്ട വേണ്ട. അങ്ങനെ പോവല്ലേ സുഹിത്ര, ഇത് അങ്ങനെ നിന്റെ ചെവി കല്ല് പൊളക്കാൻ കിട്ടേണ്ട അടിയാ. അമ്മയെ വിളിക്കണ്ട. അതെന്തുകൊണ്ട് നീ പോയി പൊന്നാനി പോയി സുന്നത്തും ചെയ്തിട്ട് വരാൻ പോവാന്നോ? ആണോടാ? കായികമായിട്ടുള്ള പരിപാടിയും ചെയ്യല്ലേ, ചുമ്മാ അടങ്ങിയിട്ട് എന്റെ വീട്. എനിക്ക് പിടിക്കണം അവനെ വേട്ടയാടി ഞാൻ എന്റെ എല്ലാം നടത്താനാണ് വിളിച്ചു വരുത്തിയത് നിന്നെ. സുഹിത്തെ എനിക്ക് പറയാൻ അവകാശമുണ്ട്. ഞാൻ അവന്റെ അമ്മയുടെ വയറ്റിൽ വന്നേ, പക്ഷെ വേറെ അവനെ കൈവയ്ക്കുന്നത് എനിക്ക് ഇഷ്ടമല്ല. അവനെ ഇന്ന് വന്നിട്ട് എന്താണ് അവിടെ? അങ്ങോട്ട് പോയി. ഞാൻ പറയും, എന്റെ മുമ്പിൽ വെച്ച് ഇവനെ എന്റെ വീടായത് അടിക്കരുത് അവനെ. അവിടെ പോയി നീ നമ്മളെ രീതിയിൽ നിനക്ക് ജീവിക്കാന്നുണ്ടെങ്കിൽ നിനക്ക് ജീവിക്കാം, ഇല്ല എന്നുണ്ടെങ്കിൽ കേട്ടോ. അവിടെ ഇരി സുഹിത്രേ, അവിടെ ഇരി. നിങ്ങൾ അവിടെ ഇരിക്കേ, ഇയാൾ അവിടെ ഇരുന്ന് വർത്താനം പറ. പറഞ്ഞ മനസ്സിലാവൂലേ? എടാ ഇപ്പൊ തന്നെ മനസ്സിലായില്ല കുടുംബത്തിലെ കലഹം എങ്ങനെയാ വരുന്നതെന്ന്. പറ, ഞാനാണോ വലുത് ചേച്ചി അമ്മയാണോ? നിങ്ങൾ എല്ലാം കൂടെ ഒന്നിച്ച് ജീവിക്കാൻ പറ്റുമോ? ഒന്നിച്ച് ജീവിക്കാം. അനക്ക് എവളായിട്ടുള്ള കുടുംബം വേണമെങ്കിൽ നമ്മളുടെ ബാക്കിയുള്ള കാര്യങ്ങൾ നോക്കാം. വെട്ടി അരിഞ്ഞ് ഞാൻ അവനെ ചിക്കൽ കൊടുക്കാം. ഈ തങ്കപ്പെട്ട കൊച്ചിനെ വിളിച്ചോണ്ട് വന്നിട്ട് അവന്റെ ഈ പിഞ്ചു കൊച്ചിനെ ഉള്ളതെല്ലാം പറഞ്ഞു അവൻ കൊച്ചി. ഇവൻ പറഞ്ഞ ഇവൻ കള്ളത്തരം പറഞ്ഞ ഉണ്ടാക്കിയതാണ്. ഇവൻ കള്ളത്തരം പറഞ്ഞു. എന്റെ കുടുംബത്തൊക്കെയാണ് നീ. ഈ അടൂർ അനസാറിനെ ആദ്യം അറിയണം. സുഹിത്തെ, ഇത് വലിച്ചു നീട്ടി കൊണ്ടുപോരുത്. നീ പറ, നിനക്ക് അവളെ വേണോ? എനിക്ക് അവളെ വേണം. വേണം, കൊണ്ടുപോ. എങ്കിൽ കൊല്ലാതെ അവന് പോണോന്ന്. എനിക്ക് എന്താ നിങ്ങൾ നേരെ എന്റെ വീട്ടിൽ വാ. വീട്ടിൽ വന്നിട്ട് എവിടെയും പോയാൽ മതി. എന്റെ വീട്ടിൽ വന്നിട്ട് പോയാൽ കെട്ടണോ വേണ്ട നിങ്ങൾ പറയും. എന്താണ് പറയുന്നത്? സുഹിത്ര പറയുമ്പോൾ ഞങ്ങൾ കേൾക്കാം. നിങ്ങളെ സഹോദരൻ വഴി തെറ്റിയിട്ടില്ല. ഹലോ, എന്റെ മുഖത്തൊന്ന് നോക്ക് പ്ലീസ് പ്ലീസ്. ഇത് കൗമുദി ടിവിയുടെ ഓ മൈ ഗോഡ് എന്ന് പറഞ്ഞ പ്രോഗ്രാം ആയിരുന്നു. ഇത് വേറെ ഒന്നുമല്ല.
ഇതാ നോക്ക് സഹോദരൻ നിങ്ങൾക്ക് ഒരു സർപ്രൈസ് ഗിഫ്റ്റ് തന്നതാണ്. കൊണ്ടിടാ വന്നൊന്നും പറയടാ. എവിടെയും പോയിട്ടില്ല. ക്യാമറ അവിടെ സുഹിത്തെങ്ങും പോയിട്ടില്ല. സുഹിത്രയുടെ അമ്മയുടെയും കൂടെ തന്നെയാണ് സുഹിത്തെങ്ങും പോകുന്നത്. അമ്മയൊന്ന് വിളിച്ച് പറയോ? അത് കുഴപ്പമില്ല, ഞാൻ പറഞ്ഞിട്ട് വന്നേ. അമ്മയോട് പറഞ്ഞോ? അപ്പൊ കുഴപ്പമില്ല. ഇനി അടുത്തൊരു കഥ എന്താ അറിയാമോ? ഒറിജിനലായിട്ട് പുള്ളിക്കാരൻ വിളിച്ചോണ്ട് വരി തിരിച്ചോണ്ടിരിക്കുന്ന അപ്പൊ എന്തായിരുന്നാലും ഒരുപാട് സന്തോഷം. കമ്മ്യൂണിറ്റിയുടെ വകയായിട്ട് സമ്മാനങ്ങൾ വരുന്നുണ്ട്. വളരെ സന്തോഷവും സ്വീകരിക്കുക. ആദ്യം ക്യാഷ് പ്രൈസാണ്. കൂടാതെ മെൻസ് വേൾഡ് ബാലരാമപുരം ആൻഡ് നെയ്യാറ്റിന് നൽകുന്ന സമ്മാനം.